അപ്പൊ നമ്മൾ ഷർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. തുണിയിലെ രണ്ട് വശം ഉണ്ടാവും. ഇതാണ് നല്ല വശം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരുന്ന ഭാഗം. ഇത് ഉൾവശം. ഇത് ഭാഗം ഉള്ളിലേക്ക് വരുന്ന പോലെ ഈ രണ്ട് കരഭാഗം കൂടെ പിടിച്ചിട്ട് മടക്കി അങ്ങനെ മടക്കി വരുന്നത് എന്നാ മടക്കിയിട്ട് കേബിളിൽ ഇടാം. ഈ വീഡിയോ ആയിരിക്കും എത്തിക്കുന്നില്ല. ഒറ്റ വീഡിയോ ഫുള്ള് കട്ടിങ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന ഫുള്ള് എന്നുള്ളത് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കാണിച്ചു തരാനുള്ള പരിപാടിയാണ്. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, ഈ രണ്ട് തുണിയുടെ കറ സ്വപ്നം വെച്ച് കറക്റ്റായിട്ട് പക്ഷേ ഈ കരയിൽ നമ്മളൊരു 1 ഇഞ്ച് കയറ്റിട്ട് ഒരു ലൈൻ ഇടണം. ഇടിച്ച് ഇതുണ്ടോ, ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ മൊത്തമായിട്ട് വേണം. ഷർട്ടിന്റെ ഫ്രണ്ട് സൈഡിലെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ 1 ഇഞ്ചിന്റെ പട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ശരിക്ക് 90 ഡിഗ്രിയിൽ 90 ഡിഗ്രിയിൽ ഇതിന്റെ ബോട്ടം സൈഡിൽ ഒരു മാർക്കിങ്. അളവ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഷർട്ടിന് 26 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ അടിയിൽ ഷേപ്പുള്ള കൊട്ട ഷർട്ട വരുന്നത് 26 വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ 1.25 ഇഞ്ച് കൂട്ടുക. 27 മുക്കാലാണ് വരിക. അപ്പൊ അത് വെച്ചിട്ട് മുകളിലൂടെ മാർക്ക് ചെയ്തിട്ട് അത് നേരെ താഴത്തുനിന്ന് വലിയ ഷർട്ട് ആയതുകൊണ്ട് 2 ഇഞ്ചിന് ജസ്റ്റ് ഒരു മാർക്കിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റിഗാള് വന്നിട്ട് ആംഹോൾ വന്നിട്ട് 16 അപ്പൊ നമ്മൾ അതിന്റെ നേരെ പകുതി 8 ഇഞ്ചിൽ ഒരു മാർക്കിങ് ഇട്ടിട്ടുണ്ട്. അതേ മാർക്കിങ് കുറച്ച് ഇപ്പം ചെയ്യുക. 2 ഇഞ്ച് 8 ഇഞ്ച് ഈ വരകൾ മൂന്നെണ്ണം ബന്ധിപ്പിക്കുക. ആദ്യം ഫസ്റ്റിലെ 2 വര, പിന്നെ അടുത്ത 2 ലൈന്, പിന്നെ ഇതിന്റെ അടുത്ത 2 ലൈന്. ഇത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞുതരാം. നമ്മുടെ ഷർട്ടിന്റെ കോളറിന്റെ അളവ് വരുന്നത് 16 ഇഞ്ചാണ്. 16 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 15 ഡിവൈഡ് 3 അപ്പോൾ 16 2.25 പോയിന്റ് ഒക്കെ ഏകദേശം. അതിവിടെ നമ്മളിങ്ങനെ ഈ മാറിന്റെ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 2.25 ഇഞ്ചും പോയിന്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്തിന് അളവ്. പിന്നെ ഷോൾഡറിന്റെ അളവ് എടുക്കുക. ഷോൾഡർ 16 8 ഇഞ്ചാണ് ഷോൾഡർ അളവ് വരിക. അതിൻ്റെ കൂടെ തയ്യത്തമ്പം കൂടെ കൂട്ടിയിട്ട് 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതേ അളവിനെ ഇവിടെ മാർക്ക് ചെയ്യാം, 8 ഇഞ്ച്. എന്നിട്ട് ഈ ചെരിച്ചിട്ട് ഒരു ലൈൻ, എന്നിട്ട് ഈ 2 ലൈനിലും കൂടി കൂട്ടിമുട്ടിക്കുക. അതിനുശേഷം ബോഡി ലൂസാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാറ്. ബോഡി ലൂസ് 3 അളവ് വരുന്നത് 11 10 പറയുന്നത്. മുകളിൽ 11 ഇഞ്ച്, 11 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് 11.25 പോയിന്റും. നമ്മൾ എത്ര തുമ്പിടുന്ന എത്രയാണോ നമ്മളിവിടെ തയ്യൽ തുമ്പിടുന്നത് ആ അളവിൽ നമ്മൾ അടിക്കുമ്പോഴും പിടിക്കാൻ പാടുള്ളൂ. ഇവിടെ 10.25 സെന്ററിൽ 10.25 നമ്മൾ 10 പോയിന്റും. ഞാൻ 4 ഇഞ്ച് പോയിന്റ് തയ്യൽ തുമ്പിടുന്നുള്ളൂ. അടിയിൽ അതേപോലെ ഒരു 2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുക. 11 അളവ് 11.25 പോയിന്റ്. നമ്മൾ ഷേപ്പുള്ള സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഈ എല്ലാ വരവും തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുക. അടിയിൽ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് മുമ്പ് കഴുത്തിന്റെ അവിടെ റൗണ്ട് ഷേപ്പ് വരക്കണം. ഇത് കട്ട് ചെയ്തെടുക്കുക.
ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാറിന്റെ അളവ് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ഫ്രണ്ട് പീസ് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതോടെ മാറ്റി വെക്കാം. ആ തുണി തന്നെ തിരിച്ചിട്ട് സൈഡ് തുണി നേരെ തിരിച്ചിട്ട് എന്നിട്ട് നമ്മളെ ബാക്ക് അളവത്തിൽ വരും 11.25 ആക്കണം. ഏകദേശം ആളെ തന്നെ ജസ്റ്റ് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. 11.25 15 ബോഡി ലൂസ് അവിടെ മാർക്ക് ചെയ്യാം. തുണി വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തുണി ഒരുപാട് വേസ്റ്റ് ആയി പോകും. അതിനൊക്കെ ഏകദേശം ആളെ വെച്ചാണ്ട് ഫോൾഡ് ചെയ്യും. എന്നിട്ട് അത് നമ്മള് ഫ്രണ്ട് പീസിനുള്ള മാർക്കിംഗ് പീസ് എടുത്തിട്ട് ഇടുക. ഇട്ടിട്ട് ഒന്ന് അടുത്ത് ചെയ്യും. ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതിനോട്ട് തള്ളി വെച്ചിട്ട് വെക്കുക. ഇവിടെ അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഇതിനോട്ട് തള്ളി വെക്കുക. അതായത് ബാക്ക് പീസ് ഫ്രണ്ട് പീസ് ആയി 1/2 ഇഞ്ച് പുറവ് മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഷോൾഡറിന് ലൈൻ അതിന്റെ നേരെ ഏകദേശം ആദ്യം ലെവലാവുന്ന ലൈന് കറക്റ്റ് ആയിരിക്കും. ആ ലെവലിൽ ലൈൻ ഇവിടെ ഇട്ടെടുത്തത് പണ്ടിങ് ചെയ്യുന്നത്. അത് ബാക്ക് പീസ് ഇതേപോലത്തെ സ്ട്രൈറ്റ് ആണ് വരിക. അതായത് കാണിക്കും ഈ കയറി നിൽക്കുന്ന ഭാഗം ബാക്ക് പീസിന് ഉണ്ടാവില്ല. അപ്പൊ അത് കട്ട് ചെയ്തിട്ടുള്ള അളവാണ്. എന്നിട്ട് നമ്മൾ ഷോൾഡറിന്റെ അളവ് എടുക്കും. ഷോൾഡറിന്റെ അളവ് 16 ഇട്ട് ബാക്ക് പീസ് ആയത് നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇട്ടാൽ മതി. 8.25 മാർക്ക്. എന്നിട്ട് നേരെ പീസ് നിർത്തിയിട്ട് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഷോൾഡറിന്റെ അളവ് മാർക്ക് ചെയ്ത് അവിടുന്ന് ആ പോയിന്റ് ചെയ്യുന്നു ഈ ബോഡിയിലോട്ട് തന്നെ വിഷമായി ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടതാ ഇങ്ങനെ ചരിച്ച് ഇതിലോട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കും. കാണിക്കാം. ആ ബോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തത് ബോഡിയൊക്കെ സെയിം ആകും. കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ടേപ്പ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരണം. ഇപ്പോഴും നമുക്കിത് അടിക്കുമ്പോൾ കുറച്ച് ഈസി ആവുള്ളൂ. ഡയറക്റ്റ് ഇങ്ങനെ ഷേപ്പ് ആക്കി കയറി കഴിഞ്ഞാൽ അടി സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇതിനെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഓർഡറാണ് വരുന്നത്. അതിൽ തന്നെ വാഷ് ചെയ്യും. ഈ സാധനം ചെയ്യാം. പീസിന്റെ ലൈനൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈനിൽ അത് സ്ട്രൈറ്റ് ആയിട്ട് ജസ്റ്റ് ലൈൻ ഇട്ടിട്ട് അവിടെ നീളത്തിന് കട്ട് ചെയ്ത് എടുക്കാതെ എളുപ്പത്തിനാണ്. ലൈന് കുറെ ലൈന് കിട്ടാൻ വേണ്ടി നേരെ ഫുൾ ടൈം ഈ ഷർട്ടിന്റെ നമ്മൾ നോർമലായിട്ട് ഷോൾഡറിന്റെ വീതി വരുന്നത് 6 ഇഞ്ച് 4 ഇഞ്ചാണ്. നമ്മൾ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്റെ നേരത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ അതേപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് 5 കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ കഴുത്തിന്റെ 2.25 പോയിന്റ് പറഞ്ഞത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ നെക്കിന്റെ റൗണ്ടിൽ അളവെടുക്കുന്നതിന്
5 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഷോൾഡറിന്റെ അളവാണ് 8 ഇഞ്ച്, നമ്മൾ 8.4 16 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ അടിയിൽ 8.4 ഒരു പോയിന്റ് കുറച്ച് മാർക്ക് ചെയ്യുന്നത്. ഈ 2 പോയിന്റുകൾ നമുക്ക് ജോയിന്റ് കൊടുക്കാം. ഷെയ്ഡ് മറ്റേ ഷോൾഡറിന്റെ ഷെയ്ഡ് നടക്കുന്നത് റൗണ്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് കേട്ടോ അങ്ങനെ വരയ്ക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഒരു കറക്റ്റ് കഴുത്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. കഴുത്ത് കറക്റ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം കഴുത്ത് കറക്കുള്ളൂ. ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറിന്റെ സെന്റർ പോയിന്റ് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ കഴുത്ത് ഷർട്ടിന്റെ ഫ്രണ്ട് കൂടി കൈ ഇനി നമുക്ക് കട്ടിയുള്ള സ്ലീവാണ്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മുടെ സ്ലീവിന് അളവ് വരുന്നത് 24 ഇഞ്ചാണ് സ്ലീവിന് ഇറക്കം വരുന്നത്. ഏകദേശം ഒരു ലേബർ ഫോൾഡ് കറക്റ്റായിട്ട് മാറും. ഒരേ അളവിൽ ഫോൾഡ് ചെയ്യുന്നത് എന്താ പറയുക ചെരിഞ്ഞു പോകും. പാറ്റേൺസ് ഒക്കെ ചെരിഞ്ഞു പോകും. ഏകദേശം കറക്റ്റിൽ വന്നാണ് ഫോൾഡ്. ഇതിൽ നമ്മൾ ലൈനിലൂടെ അതിന്റെ രീതിയിൽ തന്നെ ഒരു എൽ ഷേപ്പ് സ്കെയിലുള്ളവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ആണ് ഏറ്റവും ബെറ്റർ. 23 ഇഞ്ചാണ് നമ്മളെ കയ്യിലാക്കാൻ വരുന്നത്. സോറി 24 ഇഞ്ച്. 24 ഇഞ്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കയ്യിന്റെ കഫ് വരും 2 ഇഞ്ച് കഫാണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ 2 ഇഞ്ച്. പിന്നെ കൈ സ്ലീവിന് വേണ്ട തയ്യൽ തുമ്പ് 1 ഇഞ്ച്. അപ്പൊ നമ്മൾ 24-ന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 23 വെക്കുന്നത്. അതായത് 24 ഇഞ്ച് സ്ലീവ് ഉള്ളതിന് നമ്മൾ 2 ഇഞ്ചിന് കഫ് അടിയിൽ അറ്റാച്ച് ചെയ്യുമ്പോഴും അതിന് 2 ഇഞ്ച് കുറക്കുക 24. അപ്പൊ എത്ര 22 ആയി. അതിന്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടാം. അതിന് 1.5 ഇഞ്ച് കഫാണെങ്കിലും അതേ സെയിം ഇയർ തന്നെ യൂസ് ചെയ്യാം. കഫിന്റെ ഇറക്കം കുറച്ചിട്ട് കഴിഞ്ഞ് തയ്യൽ തുമ്പ് കൂട്ടാം. ആ 2 3 കൂടെ മാറ്റി അവിടെ ഉണ്ട്. ഇനി റിവാളിന്റെ അളവാണ്. നമുക്ക് റിവാൾ എത്രയാണ്? 16ആണ്. 8. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4ആണ്. ഈ റിവാളിന്റെ പകുതി 4 ഭാഗമാണ് ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തത്. റിവാളിന്റെ പോയിന്റ് റിവാള് കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും കുറച്ച് ഫ്രീ ആവും നമ്മളെ കൈ ഷർട്ട് ഉപയോഗിക്കാൻ. നമ്മൾ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 ഇഞ്ച് വരെ ഇട്ടിട്ട് അവിടെയാണ് നമ്മൾ റിവാളിന്റെ അളവ് വെക്കുന്നത്. 8 ഇഞ്ച്. 14 റിവാളിന് 8 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ തയ്യൽ തുമ്പ് 8.4 ഇഞ്ചും പോയിന്റ് എടുക്കുന്നുണ്ട്. ഇതിന്റെ സ്ലീവിന്റെ ലൂസ് 13 ഇഞ്ചിൽ 13 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു 13 ഇഞ്ച് വെച്ചിട്ട് അവിടെ ഒരു 6 ഇഞ്ച്, അപ്പോൾ 6.25 പോയിന്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോയിന്റ് കൂടി ടച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് സ്കെയിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വരയ്ക്കും. ശ്രദ്ധിക്കണം, അധികം ഉള്ളിലോട്ട് കുഞ്ഞു പോലെ ടൈറ്റായി പോകും. എടുക്കുന്നുണ്ട്. എന്താ പറയുക, മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് ആൾക്കാരെല്ലാം വീഡിയോസ് ഡിക്റ്റ് ചെയ്ത് പോകുന്നത്. അത് വളരെ വിശദമായിട്ട് പറഞ്ഞ് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കാര്യത്തിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേറെ വിളിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ കയ്യിന്റെ സെന്റർ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? എടുത്തിടുക. ഈ ഫ്രണ്ട് ഭാഗം, കയ്യിന്റെ ഫ്രണ്ട് ഭാഗം ഒരു സൈഡ് മാത്രം ഒഴിച്ചു വെട്ടി കൊടുക്കാം. സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തതിന് ഈ ഭാഗം ചെയ്യാം.
കുറച്ച് ഉള്ളിട്ട് അടിച്ചോളൂ. ഒരു 1/2 ഇഞ്ച് ശ്രദ്ധിക്കേണ്ടത് ഈ മൂലയും സെയിം അളവായിരിക്കണം. കുഴിച്ച് വെട്ടി അതേപോലെ തന്നെ കൈ തിരിച്ച് ഫോൾഡ് ചെയ്തു. നമ്മൾ ഈ കുഴിച്ച് വെട്ടാത്ത ഓപ്പോസിറ്റ് ഭാഗമില്ലേ, അതിന്റെ ആ ഭാഗത്തോട്ട് മറിച്ചിട്ടിട്ട് ഇവിടെ നമ്മുടെ കൈയിന്റെ പട്ടി മാറേണ്ട ഓപ്പണിങ് മാർക്ക് ചെയ്യണം. ഇവിടെ 5 ഇഞ്ച് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെന്ററിൽ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം. അവിടെ ഒരു 5.5 ഇഞ്ചിൽ 5 ഇഞ്ച് മതി. 5 ഇഞ്ചിൽ വരയിട്ടിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ആ ലൈനിലൂടെ ഒരു കട്ടിങ് കൊടുക്കുക. ഇനി സെയിം സ്ലീവ് തന്നെ ഒരു സ്ലീവിലായിട്ടുള്ളൂ. മറ്റേ ഭാഗം കൂടി തുണി ഇങ്ങനത്തെ എല്ലാ ഭാഗം കൊണ്ടായിട്ട് തിരിച്ച് കേട്ടോ. തുണി ആകും നോക്കുന്നതിനനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം ലൈൻ നടക്കാതെ വിടണം. ലൈൻ ഷർട്ടൊക്കെ ആണെങ്കിൽ ലൈൻസും ചെക്സും ഒക്കെ ഒരേമാതിരി മാച്ച് ചെയ്തിട്ടാണ് നോക്കുക. ഇത് അളവിൽ ഇനി ഇവിടുന്ന് കട്ടിയെടുക്കുക. ഈ മാർക്കിങ് നേരത്തെ ചെയ്ത കട്ടിങ് ഉണ്ട് ഇവിടെ, അത് ഇവിടെ നിന്ന് കറക്റ്റാക്കി അതേപോലെ തന്നെ ആദ്യം അതേപോലെ ഇപ്പൊ കട്ടിലെടുത്ത പീസിലും സ്ലീവിന്റെ സെന്റർ പോയിന്റ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. നമ്മളെ ഷർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാണിച്ചു 2 ഫ്രണ്ട് പീസ് ഉണ്ടാവും. ഇതൊരു ഫ്രണ്ട് പീസ്, രണ്ടാമത്തെ ഫ്രണ്ട് പീസ് 2 ഫ്രണ്ട് പീസായി. ഇനി ഇതിന്റെ ബാക്ക് പീസാണ്. ഇനി വരുന്നത് നമുക്ക് ഇതിന്റെ ഷോൾഡർ ആണ്. നമുക്ക് 2 സ്ലീവ് ഉണ്ട്, 2 സ്ലീവ്. ഇനി ഇത് അപ്പൊ ഓക്കെ, താങ്ക് യു. വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് മുഴുവൻ കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഓക്കെ, അടുത്ത അധ്യായത്തില് അല്ലെങ്കിൽ അടുത്ത പാട്ടില് നമ്മൾ ഈ ഷർട്ട് അടിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്, കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അത് നമ്മൾ കാണിച്ചു തരാം. ഏകദേശം ഒരു പെട്ടെന്ന് തന്നെ ഒരു ഷർട്ട് എങ്ങനെ അടിക്കാൻ പറ്റുന്നുള്ളത് ഈ വീഡിയോസ് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു അഗൈൻ.